ഡോക്ടർ ദിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടു, അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. ആൻഡ് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത ലാബ് ടെക്നീഷ്യൻ ഇല്ലേ, ആളിങ്ങനെ ദിയയുടെ USG സ്കാൻ റിപ്പോർട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സംതിങ് ഈസ് മിസ്സിംഗ്. ഡോക്ടറും ഈ ഒരു സ്കാനിങ് റിപ്പോർട്ട് കണ്ട് ഞെട്ടിപ്പോയി. ഡോക്ടർ സസ്പെക്ട് ചെയ്ത തിങ് വാസ് ദെയർ. ദിയയുടെ ജെനറ്റിക് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വന്ന സമയത്ത് ഡോക്ടർക്ക് മനസ്സിലായി ദിയയുടെ ജീനോടൈപ്പ് വാസ് XY. പുറത്തുനിന്ന് നോക്കുമ്പോൾ പെർഫെക്റ്റ്ലി ഫീമെയിൽ ആയിട്ടുള്ള, മെയിലിൻ്റേതെന്ന് തോന്നിക്കുന്ന ഒന്നും ഇല്ലാത്ത പെർഫെക്റ്റ്ലി ഫീമെയിൽ ആയിട്ട് തോന്നിക്കുന്ന ദിയ, ഇൻസൈഡ് ഷി വാസ് എ മെയിൽ. നിങ്ങൾ ബയോളജി പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്കറിയാം ഫീമെയിൽസിൻ്റെ ജീനോടൈപ്പ് XX-ഉം മെയിൽസിൻ്റെ ജീനോടൈപ്പ് XY-യും ആണെന്ന്. ആൻഡ് ഡോക്ടർ ഇത് ദിയയുടെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞപ്പം അവർ ലിറ്ററലി ഷോക്ക്ഡായിപ്പോയി. ആർക്കെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത്രയും കാലം ഒരു പെണ്ണിനെ പോലെ ജീവിച്ചിട്ട് പെട്ടെന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത സമയത്ത്, അതായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പീരിയഡ്സ് ആവുന്നില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നം കൊണ്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ടെസ്റ്റ് റിസൾട്ട് വന്നപ്പം ജീനോടൈപ്പ് വാസ് XY ആൻഡ് ഷീ വാസ് എ മെയിൽ. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സിറ്റുവേഷൻ, അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ദിയ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന സമയത്ത്, അതായത് ഒരു ഫീറ്റസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, നമുക്കറിയാം ദിയയുടെ ക്രോമസോംസ് ആക്ച്വലി XY ആയിരുന്നു. ദിയയുടെ ഉള്ളിൽ Y ക്രോമസോം ഉണ്ട്. ഈ Y ക്രോമസോം SRY എന്ന് പറയുന്ന ഒരു ജീന് പ്രൊഡ്യൂസ് ചെയ്യും. ഈ SRY ജീൻ ഉള്ളത് കൊണ്ട് തന്നെ ദിയയിൽ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റിസ് ഡെവലപ്ഡ് ആവും. അതായത് ദിയ ആക്ച്വലി ഒരു മെയിലാണ്. ദിയയുടെ ഉള്ളിൽ, ദിയയുടെ അബ്ഡോമനിൽ ടെസ്റ്റിസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഒരു ആൺകുട്ടി ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്റെ ഉള്ളിലായിരിക്കുന്ന സമയത്ത് ടെസ്റ്റിസ് അബ്ഡോമനിലായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു 8th or 9th month ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിലാണ് ഈ ടെസ്റ്റിസ് അബ്ഡോമനിൽ നിന്ന് ഇൻഗ്വൈനൽ കനാലിൽ കൂടെ ഇറങ്ങി പുറത്തേക്ക് വന്നിട്ട് ജനൈറ്റൽ സാക്കിലോട്ടൊക്കെ വന്നെത്തുന്നത്. അപ്പൊ ദിയയുടെ കേസിൽ ആക്ച്വലി അബ്ഡോമനിൽ ടെസ്റ്റിസ് ഉണ്ട്. ആൻഡ് ടെസ്റ്റിസിലുള്ള ഒരു ടൈപ്പ് ഓഫ് സെൽസ് ആണ് സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മുള്ളേറിയൻ ഇൻഹിബിറ്റിംഗ് ഫാക്ടർ. എല്ലാ മെയിൽസിലും ഈ മുള്ളേറിയൻ ഇൻഹിബിറ്റിംഗ് ഫാക്ടർ ഇൻട്രായൂട്രൈൻ ലൈഫിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ MIF ആണ് ഓവറി, യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്, അപ്പർ വെജൈനൽ ട്രാക്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവുന്നത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് മുള്ളേറിയൻ ഇൻഹിബിറ്റിംഗ് ഫാക്ടർ. അപ്പൊ ദിയയുടെ കേസിൽ MIF പ്രൊഡ്യൂസ് ആവുന്നത് കൊണ്ട് തന്നെ ഓവറി, യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്, അപ്പർ വെജൈനൽ ട്രാക്ട് ഇതൊന്നും പ്രൊഡ്യൂസ് ആവുന്നില്ല. ആൻഡ് നിങ്ങൾ നോട്ട് ചെയ്യണം, ഈ MIF ഹാസ് നോ ഇഫക്ട് ഓൺ ലോവർ വെജൈന. അപ്പോൾ ദിയയുടെ കേസിൽ ആക്ച്വലി ലോവർ വെജൈന പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട്. അതായത് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എക്സാക്ട്ലി ലൈക്ക് ഫീമെയിൽ ആയിരിക്കും. അപ്പൊ ദിയയുടെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഈ പേഷ്യന്റിന്റെ ബോഡിയിലുള്ള ടെസ്റ്റിസ് നോർമൽ എമൗണ്ടിൽ ആൻഡ്രോജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ അതിന്റെ റിസെപ്റ്റേഴ്സിൽ പോയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്താണ് മെയിലിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ബോഡിയിൽ കാണുന്നത്. അതായത് ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ആൻഡ്രോജൻസിന്റെ എഫക്റ്റ് കാരണമാണ് ഈ ടെസ്റ്റിസ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ആൻഡ് കംപ്ലീറ്റ്ലി ഒരു മെയിലായിട്ട് ആ കുട്ടി മാറുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ദിയയുടെ കേസിൽ എവ്രിതിങ് വാസ് ഓക്കെ എക്സെപ്റ്റ് വൺ തിങ്. ദിയയുടെ ബോഡിയിലുള്ള സെൽസിന് ഒരു വലിയ കാര്യം മിസ്സിംഗ് ആയിരുന്നു. അതായത് ദിയയുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രോജൻസിന് ആക്ട് ചെയ്യേണ്ട റിസെപ്റ്റേഴ്സ് വർ മിസ്സിംഗ്. ഈ ഒരു അവസ്ഥയുടെ പേരാണ് ആൻഡ്രോജൻ ഇൻസെൻസിറ്റിവിറ്റി സിൻഡ്രോം. അതായത് ആൻഡ്രോജൻസ് ആളുടെ ബോഡിയിൽ നോർമൽ എമൗണ്ടിൽ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, പക്ഷേ ജസ്റ്റ് പ്രൊഡ്യൂസ് ആയതുകൊണ്ട് മാത്രം ഈ ആൻഡ്രോജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ കൊണ്ട് ഒരു കാര്യമില്ല. ഈ ടെസ്റ്റോസ്റ്റിറോണ് അതിന്റെ റിസെപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ സെൽസിൽ പോയിട്ട് അതിന്റെ റിസെപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമ്മുടെ ബോഡിയിൽ മെയിലിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ആൻഡ്രോജൻസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ദിയയുടെ കേസിൽ എവറിത്തിങ് വാസ് ഓക്കെ എക്സെപ്റ്റ് മിസ്സിംഗ് ദീസ് റിസെപ്റ്റേഴ്സ്. റിസെപ്റ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ്ഡ് ആയിട്ട് പോലും അതിന് ഒരു ആക്ഷനും ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ഈവൻ ദോ ഉള്ളില് ഇൻസൈഡ് ജനറ്റിക്കലി ദിയ ഒരു മെയിൽ ആയിരുന്നെങ്കിൽ പോലും, അതായത് XY ക്രോമസോംസ് ഉള്ള ഒരു മെയിൽ ആയിരുന്നെങ്കിൽ പോലും പുറത്ത് എക്സ്റ്റേണലി ദിയയ്ക്ക് മെയിലിൻ്റെതായിട്ടുള്ള ഒരു ഫീച്ചേഴ്സും ഉണ്ടാവാണ്ടിരുന്നത്. മാത്രമല്ല ഈ ടെസ്റ്റോസ്റ്റിറോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ആവുന്നത് കുറച്ചൊക്കെ ഈസ്ട്രോജൻ ആയിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യും. അപ്പം കൺവേർട്ട് ആവുന്ന സമയത്ത്, അതായത് ഓവറി ഇല്ലെങ്കിൽ പോലും കുറച്ച് ടെസ്റ്റോസ്റ്റിറോൺസ് ഈസ്ട്രോജൻസ് ആയിട്ട് കൺവേർട്ട് ആവുന്നത് കൊണ്ട് ദിയയ്ക്ക് കുറച്ചൊക്കെ ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സും വരും. അതുകൊണ്ടാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗേൾ ആയിട്ട് ദിയ പുറത്തുനിന്ന് തോന്നിയത്. എന്നാൽ ഇൻസൈഡ് ഷി വാസ് ഹോൾഡിങ് എ വെരി ഡാർക്ക് ആയിട്ടുള്ള സീക്രട്ട് ആൻഡ് ദാറ്റ് വാസ് ഷി വാസ് എ മെയിൽ.
വിത്ത് XY ക്രോമസോംസ്. പക്ഷേ നമ്മുടെ ദിയയ്ക്ക് പെണ്ണായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. പക്ഷേ ദിയയ്ക്ക് യൂട്രസ് ഉണ്ടാവില്ല. ദിയ കാണ്ട് മെൻസ്ട്രേഷൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് ഒരിക്കലും പ്രഗ്നന്റ് ആവാൻ പറ്റില്ല. അതായത് ജനറ്റിക്കലി ഷീ ഈസ് എ മെയിൽ, ബട്ട് എക്സ്റ്റേണലി ആൾക്കൊരു ഫീമെയിൽ ആയിട്ട് ജീവിച്ചു പോകാൻ പറ്റും. ഐ ഹോപ്പ് നീറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഡോക്ടർ ആവുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥകളും കാര്യങ്ങളൊക്കെ കാണുക, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. ആൻഡ് ഈ സ്റ്റോറി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു എന്തൂസിയാസം വളർത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള NCERT ടെക്സ്റ്റ് ബുക്ക്, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, അതിലൊക്കെ ഫോക്കസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒരു MBBS സീറ്റിലോട്ടുള്ള വഴി തുറന്നു തരും. ആൻഡ് ഒരു 5.5 years ഓഫ് MBBS പഠനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ഒരു ഡോക്ടർ ആവാൻ പറ്റും. ഇങ്ങനെ വരുന്ന ഒരുപാട് പേഷ്യൻസിനെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ മിറാക്കിളിൻ്റെ കഥയൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ. ഓൾ ദി ബെസ്റ്റ്.